Hey guys, welcome to my YouTube channel and good morning. ഇപ്പോൾ ഇവിടെ രാവിലെ ഏകദേശം 9:30 ആയിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ? ബർത്ത്ഡേ ആണ്. എൻ്റെയല്ല, എൻ്റെ മമ്മിയുടെ. സോ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു ഞങ്ങൾ ഒത്തിരി ദൂരെയാണ്. മമ്മി നാട്ടിലാണ്, ഞങ്ങളിവിടാണ്. അതുകൊണ്ട് തന്നെ മമ്മിയെ രാവിലെ വിളിച്ചൊന്ന് വിഷ് ചെയ്തതിന് ശേഷം മമ്മി ഞാൻ വിളിച്ചപ്പം മമ്മിയും പാൽപ്പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് മമ്മി പായസമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് മമ്മി ഉണ്ടാക്കുന്ന പായസമൊക്കെ തന്നെ ഒന്ന് കാണിക്കാനായിട്ട് മമ്മി അടുക്കളയിലോട്ട് പോവാണ്. അപ്പോൾ അവിടെ മമ്മിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞാൻ ഓർത്തു എന്നാൽ ഞാനും കുറച്ച് പായസം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും പായസം ഉണ്ടാക്കാനായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം പായസം എന്താണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാനായിട്ട് പോവാണ് കേട്ടോ. എൻ്റെ പായസമാണിത്. ഞാൻ അരിപ്പായസമാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഞങ്ങൾ 2 പേരുള്ളതുകൊണ്ട് ചെറിയൊരു ക്വാണ്ടിറ്റിക്ക് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് പ്ലസ് മമ്മിയും ഉണ്ടാക്കുന്ന പായസം എന്നെ കാണിച്ചു തന്നു. മമ്മി അരിപ്പായസം പാൽപ്പായസമാണ് ഉണ്ടാക്കുന്നത്. അതെ പാലടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദൂരെ ആണെങ്കിൽ പോലും എന്തോ ആ ഒരു ദിവസം ഇച്ചിരി ഒരു സ്പെഷ്യലാണല്ലോ. അതുകൊണ്ട് തന്നെയാണ്. സോ ഞാനുണ്ടാക്കുന്ന അരിപ്പായസം എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒരു കുട്ടി വ്ളോഗാണേ. ആൻഡ് ഞാൻ കുറച്ച് അരി ഓൾറെഡി വെള്ളത്തിലൊരു 30 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെച്ചു. ആൻഡ് തേങ്ങാപ്പാലെടുത്ത് വെച്ചു. കാർഡമം പൊടിച്ച് വെച്ചു. ഇനി നമുക്ക് ജസ്റ്റ് അത് ഉണ്ടാക്കാനുള്ള ഞാൻ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പരിപാടിയും പായസമൊന്നുമല്ല. ഈസിയാണ്. ഈസിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പരിപാടിയാണ്. അപ്പം ഞാൻ ആദ്യമേ അരി ഒന്ന് പാലിൽ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. സോ ഇച്ചിരി ഈസി ആയിട്ട് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു രീതിയിൽ പ്ലാൻ ചെയ്തത് കേട്ടോ. ബിക്കോസ് നമ്മൾ എന്തെങ്കിലും ഒരു വ്ളോഗ് നോക്കി വേറെ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര 1-ാം പാല് 2-ാം പാല് 3-ാം പാല് ഞാൻ അതുകൊണ്ട് ഒത്തിരി തലവേദനകളിലോട്ട് പോയില്ല. സോ ഏകദേശം ഒരു 50% ഒന്ന് വെന്ത് വന്നു. ആൻഡ് 50% വെന്ത് വന്നപ്പോഴത്തേക്കിന് ബാക്കി എനിക്ക് കുറച്ച് ഐറ്റം ഞാൻ ലാസ്റ്റ് 2-ാം പാൽ എന്തോ ആണെന്ന് തോന്നുന്നു എടുത്ത് വെച്ചേക്കുന്നത്. ഒത്തിരി കട്ടിക്കല്ല ഞാൻ പാലെടുത്ത് വെച്ചത്. അതുകൊണ്ട് 2-ാം പാലെന്തോ ആയുള്ളായിരുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് അടി ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു പരുവമായപ്പോൾ അരി പാകമായപ്പോഴത്തേക്കും ഞാൻ ഇതിന് മുമ്പ് വേറെ മധുരം ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഉള്ളി പാലിൽ നമ്മുടെ അരി ഒന്ന് വെന്ത് വന്നു. ഇനി അതിനകത്തോട്ട് എനിക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണം. ഇച്ചിരി ലൂസനാണ് എന്നാൽ പോലും ഒത്തിരി തിക്കല്ല. അപ്പോൾ ആ പാലിലും ഒന്ന് തിളച്ച് വന്നപ്പം നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. ഈസിയാണ് എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കളറൊക്കെ മാറി വന്നു. അത്യാവശ്യം ഒന്ന് ഈ വെള്ള കളർ മാറിയിട്ട് ഇതാ ഈ കളറിലായി വന്നു. ഞാൻ കുറച്ച് ജാഗറിയും കൂടെ ചേർത്തായിരുന്നു. എനിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ശർക്കരയാണ് ചേർത്തത്. ആൻഡ് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്തായിരുന്നു. പിന്നെ ലാസ്റ്റ് കുറച്ച് നെയ്യും കുറച്ച് എൻ്റെ കാഷ്നട്ട് ഇല്ലായിരുന്നു കേട്ടോ. ഉള്ളത് വെച്ചുള്ള സെറ്റപ്പായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഉണക്കമുന്തിരിയാണ് ചേർത്തത്. ബ്ലാക്ക് റൈസിൻസ്. എനിവേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഇത് ടേസ്റ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ചേർത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. ഒത്തിരി തിക്കും ആയില്ല. എന്നാൽ കുറച്ച് ഈ അമ്പലത്തിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. എപ്പോഴോ പണ്ടൊക്കെ ഫ്രണ്ട്സ് കൊണ്ട് തന്നിട്ട് കഴിച്ചിട്ടുള്ള ഒരു ഓർമ്മയുണ്ട്. അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ആൻഡ് അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അത് മാത്രമല്ല കേട്ടോ, എനിക്കിത് കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയ വേറൊരു ടേസ്റ്റ് എന്നറിയാമോ? നമ്മുടെ പള്ളിയിലൊക്കെ കിട്ടുന്ന പാച്ചോറില്ലേ? പാച്ചോറ് അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അന്നൊക്കെ പാച്ചോറ് കിട്ടുന്നത് തേക്കിൻ്റെ ഇലയ്ക്കകത്ത് പൊതിഞ്ഞായിരുന്നു. എന്നാ ടേസ്റ്റായിരുന്നു അറിയോ ആ സമയത്ത്? അതേ ടേസ്റ്റ് പോലെ എനിക്ക് തോന്നി. ഏകദേശം നമ്മുടെ അമ്പലത്തിലൊക്കെ പള്ളിയിൽ കിട്ടുന്ന കൂടുതലും പള്ളിയിൽ നിന്ന് കഴിച്ചത് ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ നിന്ന് കഴിച്ച ഒരു ടേസ്റ്റാണ് എനിക്ക് പാച്ചോറ് പോലൊക്കെയാണ് തോന്നിയത് കേട്ടോ. പണ്ടൊക്കെ ആ ഒരു തേക്കിൻ്റെ ഇല പൊതിഞ്ഞ് വരുമ്പോൾ ആ ഇലയുടെ ടേസ്റ്റും ഒക്കെ ഇപ്പോഴാണ് എനിക്ക് തോന്നി. ഇപ്പം കുറച്ചുകൂടെ നമ്മുടെ ഈ പാഴ്സലിൻ്റെ പാക്കറ്റിലാണെന്ന് തോന്നുന്നു കിട്ടുന്നത്. പക്ഷേ ഇപ്പം എന്തായാലും ആ ഒരു ടേസ്റ്റ് എനിക്ക് ഓർമ്മ വന്നേ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ബൈ.